വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ അധ്യായമായ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നും പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2020 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡാഷ്. ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്താൽ എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സാക്രിഫൈസിങ് റേഷ്യോ, ഓപ്ഷൻ ബി കറണ്ട് റേഷ്യോ, ഓപ്ഷൻ സി ഗെയിനിങ് റേഷ്യോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗെയിനിങ് റേഷ്യോ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. കാരണം ഗെയിനിങ് റേഷ്യോ കാണാനുള്ള സമവാക്യമാണ് ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗെയിനിങ് റേഷ്യോ ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2020 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗീവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തുള്ളവയ്ക്ക് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നമുക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് പെയ്ഡ് ക്യാഷ് ഇൻ ഫുൾ. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പണം നമ്മൾ ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ആദ്യം എഴുതേണ്ടത്. എങ്ങനെയാണ് അത്? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. ഇനി ഓപ്ഷൻ ബി, വെൻ ദ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ഓപ്ഷൻ ബിയിൽ എഴുതേണ്ടത്. അതിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ലോൺ അക്കൗണ്ട് എന്നാണ് ഈ ഓപ്ഷൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എം, എൻ ആൻഡ് ഒ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. എമ്മും എന്നും ഒയും ഇവരൊക്കെ ഈക്വൽ പാർട്ട്നേഴ്സാണ്. അതിൻ്റെ അർത്ഥം എമ്മും എന്നും ഒയും പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. 1:1:1 എന്ന് പറയുന്ന റേഷ്യോ പ്രകാരമാണ്. എം ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. എം ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ഫേം ഷോഡ് ദ ഫോളോയിങ്. എം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബാലൻസ് ഷീറ്റിൽ താഴെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ബ്രാക്കറ്റിൽ DR എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഡെബിറ്റ് ബാലൻസ് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ₹12,000 12,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് 12,000 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് 12,000 എന്നാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് 12,000 രൂപ വീതിക്കുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ ഓപ്ഷൻ ബി, ജനറൽ റിസർവ് ₹48,000 48,000. ജനറൽ റിസർവിൻ്റെ തുകയായ 48,000 രൂപ എമ്മും എന്നും ഒയും വീതിച്ചെടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എഴുതണം. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി എബോവ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസും ജനറൽ റിസർവ് ആയ 48,000 രൂപയും എമ്മും എന്നും ഒൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസിൻ്റെ തുകയായ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റായ 12,000 രൂപ എമ്മിൻ്റെയും എന്നിൻ്റെയും ഓൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 12,000, to M's capital account 4,000, to N's capital account 4,000, to O's capital account 4,000. ഇനി ഓപ്ഷൻ ബി ജനറൽ റിസർവിൻ്റെ തുകയായ 48,000 രൂപ എമ്മിൻ്റെയും എന്നിൻ്റെയും ഓൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 48,000 48,000, ടു എംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 16,000, ടു എൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 16,000, ടു ഓസ് ക്യാപിറ്റൽ അക്കൗണ്ട് 16,000. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓൺ റിട്ടയർമെൻറ്റ് ദ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഷുഡ് ബി പെയ്ഡ് ആൾ ദി എമൗണ്ട്സ് ഡ്യൂ ടു ഹിം. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുക്കണം. ഹൗ യു കാൽക്കുലേറ്റ് ദ എമൗണ്ട് പേയബിൾ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുക എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എക്സ്പ്ലെയിൻ. അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ ഈ പോയിന്റിനെ പറ്റി നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എത്ര തുകയാണോ വരുന്നത് ആ തുകയായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക. അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എമൗണ്ട് കോളത്തിലെ സംഖ്യയാണ് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള തുക. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ക്യാരി ഡൗൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എമൗണ്ട് കോളത്തിലുള്ള സംഖ്യയായിരിക്കും റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടും ഈ ചോദ്യത്തിന് വരച്ചു വയ്ക്കുന്നത് അനുയോജ്യമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡു യു തിങ്ക് that there is a need for revaluation of assets and liabilities of a firm on retirement of a partner. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരു സ്ഥാപനത്തിൽ റീവാലുവേഷൻ ചെയ്യേണ്ടതിൻ്റെ അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയുണ്ടോ? റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റും ലാബിലിറ്റിയും പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരം ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷൻ്റെ സമയത്ത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ ചെയ്യണം. അസറ്റും ലാബിലിറ്റിയും പുനർമൂല്യനിർണ്ണയം ചെയ്യണം. കാരണം ഈ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെയും കൂടിയും എഫേർട്ടിൻ്റെ ഫലമായിട്ടാണല്ലോ ആ സ്ഥാപനത്തിൻ്റെ അസറ്റും ലാബിലിറ്റിയും ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെ അസറ്റും ലാബിലിറ്റിയും റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റീവാലുവേഷൻ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. ഇങ്ങനെ റീവാലുവേഷൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ ഇതൊക്കെ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റീവാലുവേഷൻ അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറയാനുള്ള കാരണം റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ റീവാലുവേഷൻ നമ്മൾ അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ ചെയ്യുമ്പോൾ അതിലൂടെ ലാഭവും നഷ്ടവും ഉണ്ടാവും. അതിലൂടെ ഉണ്ടാവുന്ന ലാഭവും നഷ്ടവും കിട്ടാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാവുമല്ലോ ആ പാർട്ട്ണർഷിപ്പിൽ അസറ്റും ലാബിലിറ്റിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതാണ് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് എ ഫേം ഓൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു സ്ഥാപനത്തിലെ പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് ആ സ്ഥാപനത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന പോയിൻ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ
പോയിന്റിലെ 6 പോയിന്റുകളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഒരു സ്ഥാപനത്തിലെ പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, അല്ലെങ്കിൽ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടെത്തലാണ് ഒന്നാമത് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്. 2, അഡ്ജസ്റ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഗുഡ് വില്ലിനെ അഡ്ജസ്റ്റ് ചെയ്യൽ. 3, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. റിസർവുകളും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യൽ. 4, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി. അസറ്റും ലാബിലിറ്റിയും പുനർമൂല്യനിർണ്ണയം നടത്തൽ. 5, അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള സമയത്തെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പ്രോഫിറ്റും ലോസും കണ്ടെത്തൽ. 6ാമത് ചെയ്യേണ്ട കാര്യം കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുക എത്രയാണ് കണ്ടെത്തൽ എന്നതാണ് 6ാമത് ചെയ്യേണ്ട, റിട്ടയർമെൻറ്റ് സമയത്ത് പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ചെയ്യേണ്ട 6ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട്. പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ദി റിലീവിംഗ് പാർട്ട്നേഴ്സ് ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ഡാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഡ്യൂ ടു ഹിം ടിൽ ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക്, റിലീവിംഗ് പാർട്ട്ണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ എന്നാണ്. റിലീവ് ചെയ്യുന്ന, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുകയ്ക്ക് മുകളിൽ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം, പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് പ്രകാരം റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ തുകയ്ക്ക് മുകളിൽ എത്ര ശതമാനമാണ് പലിശ കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 6%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 20%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 6% ആണ്, 6%. 6% റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുകയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് 6% അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 6% ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മുനീർ, മാധവ് ആൻഡ് മാത്യു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. മുനീറും മാധവും മാത്യുവും ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലെ പാർട്ട്ണർമാരാണ്. അവർ ലാഭവും നഷ്ടം വീതിക്കുന്ന അനുപാതം റേഷ്യോ 5:3:2 ആണ്. മുനീർ റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. മുനീർ എന്ന് പറയുന്ന പാർട്ട്ണർ പാർട്ട്ണർഷിപ്പിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. മാധവ് ആൻഡ് മാത്യു ഡിസൈഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. മാധവും മാത്യുവും എന്ന് പറയുന്ന 2 കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് അവർ ലാഭവും നഷ്ടവും ഭാവിയിൽ വീതിക്കാൻ ഉദ്ദേശിക്കുന്നത് 4:3 പ്രകാരമാണ്. കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർമാരുടെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. പുതിയ ലാഭം നഷ്ടം വീതിക്കുന്ന അനുപാതത്തിൽ നിന്നും പഴയ ലാഭം നഷ്ടം വീതിക്കുന്ന അനുപാതം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗെയിനിങ് റേഷ്യോ കിട്ടും. അപ്പോൾ ഇവിടെ ആരതൊക്കെയായിരിക്കും നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനുണ്ടായിരിക്കുക? മാധവിൻ്റെയും മാത്യുവിൻ്റെയും ഗെയിനിങ് റേഷ്യോ കണ്ടെത്തണം. മാധവിൻ്റെ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്തുക? മാധവിൻ്റെ ന്യൂ റേഷ്യോ മൈനസ് മാധവിൻ്റെ ഓൾഡ് റേഷ്യോ. മാത്യുവിൻ്റെ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്തുക? മാത്യുവിൻ്റെ ന്യൂ റേഷ്യോ മൈനസ് മാത്യുവിൻ്റെ ഓൾഡ് റേഷ്യോ. അങ്ങനെ മാധവിൻ്റെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കണ്ടെത്തുമ്പോൾ കിട്ടുന്നത് 19/70 എന്നാണ് കിട്ടുക. മാത്യുവിൻ്റെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16/70 എന്നാണ്. അപ്പോൾ മാധവിൻ്റെയും മാത്യുവിൻ്റെയും ഗെയിനിങ് റേഷ്യോ 19:16 എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗെയിനിങ് റേഷ്യോ ഈസ് ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഡാഷ് ഓഫ് എ പാർട്ട്ണർ. ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് കണ്ടെത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ കണ്ടെത്തുന്നത്? ഓപ്ഷൻ എ അഡ്മിഷൻ, ഓപ്ഷൻ ബി റിട്ടയർമെൻറ്റ്, ഓപ്ഷൻ സി ഡെത്ത്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ്. കാരണം റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും ഡെത്തിൻ്റെ സമയത്തുമാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻ വിച്ച് റേഷ്യോ ഗുഡ് വിൽ ഈസ് ഷെയർഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഏത് റേഷ്യോ പ്രകാരമാണ് ഗുഡ് വില്ല് ഷെയർ ചെയ്യുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ പെയ്ഡ് ബൈ ദ ന്യൂ പാർട്ട്ണർ. പുതുതായി വരുന്ന പാർട്ട്ണർ ഗുഡ് വില്ല് കൊടുക്കേണ്ടത് ഏത് റേഷ്യോ പ്രകാരമാണ്? സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഈ ഓപ്ഷൻ എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അടുത്തത് ഓപ്ഷൻ ബി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് പെയ്ഡ് ടു ദ ഔട്ട് ഗോയിങ് പാർട്ട്ണർ. പുറത്തു പോകുന്ന, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഏത് റേഷ്യോ പ്രകാരമാണ് ഗുഡ് വില്ല് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? അത് ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ്. ഓപ്ഷൻ ബിയുടെ ഉത്തരം ഗെയിനിങ് റേഷ്യോ എന്നാണ്. ആൾസോ റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സാക്രിഫൈസ് റേഷ്യോ എപ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഒരു പാർട്ട്ണർ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടെത്തുന്നത്. ഗെയിനിങ് റേഷ്യോ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഡെത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർമാർക്ക് കിട്ടുന്ന ഒരു റേഷ്യോ ആയിരുന്നു. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് പാർട്ട്ണർമാർ കൊടുക്കുന്ന ഒരു റേഷ്യോ ആയിരുന്നു. അപ്പോൾ ഇതാണ് സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അനു, അച്ചു ആൻഡ് അമ്മു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:4:3. അച്ചു റിട്ടേഴ്സ് ആൻഡ് ഗിവൺ ₹8,000 ആസ് ഗുഡ് വിൽ. അനു, അച്ചു, അമ്മും പാർട്ട്ണർമാരാണ്. അവർ ലാഭവും നഷ്ടം വീതിക്കുന്ന റേഷ്യോ 5:4:3 ആണ്. അച്ചു എന്ന് പറയുന്ന പാർട്ട്ണറാണ് റിട്ടയർ ചെയ്യുന്നത്. അച്ചു എന്ന് പറയുന്ന പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 8,000 രൂപയാണ് ഗുഡ് വില്ല് കൊടുക്കുന്നത്. ഇനി താഴെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. എന്താണ് ഓപ്ഷൻ എ പറയുന്നത്? കമ്പ്യൂട്ട് ദ റെലവൻറ്റ് റേഷ്യോ ഇൻ വിച്ച് ഗുഡ് വിൽ ഈസ് ഷെയർഡ് ബൈ അനു ആൻഡ് അമ്മു. അനു, അമ്മും കൂടിയിട്ട് അച്ചുവിന് ഗുഡ് വില്ല് കൊടുക്കേണ്ട റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അനു, അമ്മും കൂടി അച്ചുവിന് ഗുഡ് വില്ല് കൊടുക്കുന്ന റേഷ്യോ ഏതാണ്? ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തണം. ഇവിടെ റിട്ടയർ ചെയ്യുന്നത് ആരാണ്? അച്ചു ആണ്. അപ്പോൾ അച്ചു റിട്ടയർ ചെയ്യുമ്പോൾ അച്ചുവിൻ്റെ പോർഷനായ 4 ഭാഗം ഒഴിവാവും. അപ്പോൾ ബാക്കിയുള്ള റേഷ്യോ എന്തായിരിക്കും? ബാക്കിയുള്ള റേഷ്യോ 5:3 ആയിരിക്കും. അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. കാരണം അച്ചു എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്താൽ ഇവർ കണ്ടിന്യൂ ചെയ്യുന്ന റേഷ്യോ 5:3 ആണ്. അതുതന്നെ ആയിരിക്കും ഇവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം ഗെയിനിങ് റേഷ്യോ സമം 5:3 എന്നാണ്. ഇനി ഓപ്ഷൻ ബി റൈറ്റ് ദ ജേണൽ എൻട്രി. അനുവും അമ്മും കൂടിയിട്ട് അച്ചുവിന് ഗുഡ് വില്ല് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്. അച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 8,000, ടു അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, ടു അമ്മൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000. ഇങ്ങനെയാണ് 5:3 എന്ന് പറയുന്ന ഗെയിനിങ് റേഷ്യോ പ്രകാരം അച്ചുവിന് അനു അമ്മും കൂടിയിട്ട് ഗുഡ് വില്ല് വീതിക്കുന്ന ജേണൽ എൻട്രി. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യന് 2017 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസ്? എന്താണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, എന്താണ് അക്യുമുലേറ്റഡ് ലോസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന, വിതരണം ചെയ്യാതെ കിടക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന, വിതരണം ചെയ്യാതെ കിടക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യുമുലേറ്റഡ് ലോസ്. ഹൗ ദീസ് ഐറ്റംസ് വിൽ ബി ട്രീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ? റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും ഡെത്തിൻ്റെ സമയത്തും അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെയും അക്യുമുലേറ്റഡ് ലോസിനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഗീവ് ജേണൽ എൻട്രീസ് എബൌട്ട് ദം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റും അക്യുമുലേറ്റഡ് ലോസും റിട്ടയർമെൻറ്റിൻ്റെയും ഡെത്തിൻ്റെ സമയത്ത് ട്രീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, അക്യുമുലേറ്റഡ് ലോസ് ആയിക്കോട്ടെ, ഇവ രണ്ടും നമ്മൾ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി അക്യുമുലേറ്റഡ് ലോസ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് റിട്ടയർമെൻറ്റിൻ്റെയും ഡെത്തിൻ്റെ സമയത്ത് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2017 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എബ്രഹാം, ബഷീർ ആൻഡ് ചെല്ലപ്പൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 5:2. എബ്രഹാമും ബഷീറും ചെല്ലപ്പനും ഒരു പാർട്ട്നേഴ്സിലെ 3 പാർട്ട്ണർമാരാണ്. ഇവർ ലാഭവും നഷ്ടം വീതിക്കുന്ന, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് 5:3:2. ബഷീർ റിട്ടയേഴ്സ്. ബഷീർ എന്ന് പറയുന്ന പാർട്ട്ണറാണ് റിട്ടയർ ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ഗെയിനിങ് റേഷ്യോ ഓഫ് എബ്രഹാം ആൻഡ് ചെല്ലപ്പൻ. എബ്രഹാമിൻ്റെയും ചെല്ലപ്പൻ്റെയും ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബഷീർ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എബ്രഹാമും ചെല്ലപ്പനും അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആയിരിക്കും. കാരണം ബഷീറിൻ്റെ റേഷ്യോ ആണ് അവിടെ ക്യാൻസലായി പോവുക. അപ്പോൾ ഈ അബ്രഹാമും ചെല്ലപ്പനും ബഷീർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്ന റേഷ്യോ 5:2 ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ എബ്രഹാമിൻ്റെയും ചെല്ലപ്പൻ്റെയും ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2017 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ജേണൽ എൻട്രി ഫോർ റെക്കോർഡിംഗ് അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അൺറെക്കോർഡഡ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അൺറെക്കോർഡഡ് ലയബിലിറ്റി അക്കൗണ്ട്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആയിഷ, അനഘ ആൻഡ് അഞ്ജന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ആയിഷയും അനഘയും അഞ്ജനയും ഒരു പാർട്ട്ണർഷിപ്പിലെ 3 പാർട്ട്ണർമാരാണ്. ആൻഡ് അനഘ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. അനഘ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ക്യാൻ യു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഹിയർ അക്കൗണ്ട്? ഈ അനഘ എന്ന് പറയുന്ന റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുന്ന വ്യത്യസ്ത തുകകൾ, ഡിഫറെൻ്റ് എമൗണ്ട്സുകൾ, ഡിഫറെൻ്റ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അനഘ എന്ന് പറയുന്ന റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയണം റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഉണ്ടാവുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ടുകൾ, ഡിഫറെൻ്റ് എമൗണ്ടുകൾ, ഐറ്റംസ് നമുക്ക് ചെയ്യാം.
റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അഥവാ അനഘ എന്ന് പറയുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുന്ന ഒരു ഐറ്റമാണ് ബാലൻസ് ബ്രോഡ് ഓൺ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ്, റീവാലുവേഷൻ പ്രോഫിറ്റ്, ഷെയർ ഓഫ് ഗുഡ് വില്ല്, അടുത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള ഈ അനഘ എന്ന് പറയുന്ന പാർട്ണറുടെ പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ജനറൽ റിസർവ്. അതുപോലെ ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന അനഘ എന്ന് പറയുന്ന പാർട്ണറുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡിഫറെൻറ്റ് അമൗണ്ടുകളാണ്, ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ലോസ് ആണ് കിട്ടിയതെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ റിട്ടയർ ചെയ്യുന്നത് സമയം വരെയുള്ള സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും ലോസും നോക്കുമ്പോൾ ലോസ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ അഥവാ അനഘ എന്ന് പറയുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.